ദാസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് റിലേഷൻ ആൻഡ് ഫങ്ഷൻസിലെ അടുത്ത പാർട്ടാണ്, പാർട്ട് 2. പാർട്ട് 1 നമ്മൾ റിലേഷനും ഫങ്ഷനും എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഏകദേശം ഒരു ഐഡിയ തന്നു അല്ലേ. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് പാർട്ട് 1 ഒന്ന് കാണാം, എന്നിട്ട് പാർട്ട് 2 കാണാൻ നോക്കുക. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് +2 ഇത് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി നമ്മൾ +1 പഠിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ ഒരു ചെറിയൊരു ഐഡിയ തന്നു, അതാണ് പാർട്ട് 1 ചെയ്തത്. നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. പാർട്ട് 2 നമുക്ക് ആദ്യം 2 ഡെഫിനീഷനാണ് പറയുന്നത്. ആദ്യത്തെ ഡെഫിനീഷനിൽ റിലേഷൻ, ഒരു റിലേഷൻ ആർ എന്ന് പറയുന്നത് ഇൻ ദിസ് സെറ്റ് എ. ഒരു എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റ് എങ്ങനെയുണ്ടായത്? ആ സെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു റിലേഷൻ ഫോം ചെയ്തു. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും വരിക അല്ലേ, A/A ഫോമിലായിരിക്കും വരിക. അങ്ങനെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്താ, A/A ഫോമിലായിരിക്കും വരിക. എയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണെന്ന് അറിയത്തില്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. ഒരു റിലേഷൻ ഉണ്ടായി എ എന്ന് പറയുന്നൊരു സെറ്റ് വെച്ചിട്ട് ഒരു റിലേഷൻ ആർ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് എന്താണ്, എംപ്റ്റി റിലേഷനാണ്. എങ്ങനെ എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എലമെൻറ്റ്സ് എന്താണ്, സെറ്റ് ഓർഡേഡ് പെയർസ് ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു ആരെയായിട്ടും എന്ത് ചെയ്യില്ല, റിലേറ്റ് ചെയ്യില്ല അല്ലേ, റിലേഷൻ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ബി എന്ന് പറയുന്ന എലമെൻറ്റിനായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിലേഷൻ ഇല്ല അല്ലേ, റിലേഷൻ ഇല്ല. ആറല്ലേ കൊടുക്കുക, റിലേഷൻ ഇല്ല. എ എന്ന് പറയണത് ബീനായിട്ട് റിലേറ്റഡ് അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു എലമെൻ്റ് ഒന്നും ഇല്ല എയിൽ, അല്ലെങ്കിൽ എയിൽ എന്താ എലമെൻറ്റ്സ് എയിൽ ഏതൊരു എലമെൻറ്റ്സിനോടും എന്ത് ചെയ്യില്ല, റിലേറ്റഡ് അല്ല എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, R = എന്തെന്നാ വരിക, റിലേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ റിലേഷൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ റിലേഷൻ ഇല്ല. അപ്പോൾ അതെന്തായിരിക്കും, ഫൈ ആയിരിക്കും. അപ്പോൾ ആ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, A/Aയുടെ ഇതിലെ A/A എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനെയാണ്. യൂണിവേഴ്സൽ സെറ്റ് അല്ല, യൂണിവേഴ്സൽ റിലേഷൻ. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് പഠിച്ചു. ഇപ്പം A/B എന്ന് പറയുന്ന എയും ബിയും തന്നിട്ടുണ്ട് സെറ്റുകൾ. ആ സെറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, അതിലത്തെ എലമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേറൊരു വലിയ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിവേഴ്സൽ സെറ്റ് വിളിക്കുക. അതേപോലെ തന്നെയാണ് എന്താ യൂണിവേഴ്സൽ റിലേഷൻ, ഏറ്റവും വലിയ റിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി R എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും വലിയ ഒരു റിലേഷൻ എ എന്ന് പറയുന്ന സെറ്റ് വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതാണ് മാക്സിമം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റിലേഷൻ, സെറ്റല്ല റിലേഷൻ. ഓക്കെ, ഇനി ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവരി എലമെൻറ്റ് ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റിലെ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും എല്ലാം, ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ എയും ബിയും എന്താണ്, എ എന്ന് പറയുന്ന സെറ്റിൽ തന്നെ എവരി എലമെൻറ്റ്സ്, ഓരോ എലമെൻറ്റ്സിലേക്കും റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. എ എന്ന് പറയുന്നത് എനോടും, എ എന്ന് പറയുന്നത് ബിനോടും, ബി എന്ന് പറയുന്നത് എനോടും, ബി എന്ന് പറയുന്നത് ബിനോടും, അങ്ങനെ എല്ലാ എലമെൻറ്റ്സിനോടും, ഇതിലത്തെ ഓരോ എലമെൻറ്റ്സും ഇതിലത്തെ എല്ലാ എലമെൻറ്റ്സിനോടും റിലേറ്റഡ് ആയിട്ട് വരുന്നു. ഇനി ഇതിലും വലിയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ബോത്ത് ദി എംപ്റ്റി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ ആർ സംടൈംസ് കോൾഡ് എന്താണ്, ട്രിവിയൽ റിലേഷൻസ്. ഇതിനെ നമ്മൾ ചില സമയത്ത് ട്രിവിയൽ റിലേഷൻ എന്ന് പറയാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ഞാൻ ചെറുതായി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എന്നാലും വേറെ എക്സാമ്പിൾ. യൂണിവേഴ്സൽ റിലേഷൻ്റെ ആണ് ആദ്യത്തെ എക്സാമ്പിൾ. എ എന്ന് പറയുന്നത് 1, 2 ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ A/A എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യം എ എന്ന് പറയുന്നത്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേറെ സെറ്റ് ഉണ്ടാക്കി, ഒന്ന് ഉണ്ട്, എ എന്ന് പറയുന്ന വേറെ സെറ്റല്ല, A2ഉം A1 അപ്പോൾ എ ഉണ്ട്, എയിലത്തെ ഫസ്റ്റ് എലമെൻറ്റിനോട് റിലേറ്റഡ് ആണ്. അടുത്തത് ഈ എ സെക്കൻഡ് എലമെൻറ്റിനോട് റിലേറ്റഡ് ആയിട്ട് വരും. ഇതിൽ 2 എന്ന് പറയണത് അടുത്ത എലമെൻ്റ് ആയിട്ടുള്ള 2 അതിൽ ഫസ്റ്റ് എലമെൻറ്റിനോട് റിലേറ്റഡ് ആയിട്ട് വരും, റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതുപോലെ 2 റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ അതിനും വലിയ ഒരു റിലേഷൻ ഉണ്ടോ, ഇല്ല.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ ഈ എ വെച്ചിട്ട് ഇനി വേറൊരു റിലേഷൻ ഉണ്ടാക്കാനില്ല, ഇതന്നെയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ മാക്സിമം. അപ്പോൾ ഏറ്റവും വലിയ റിലേഷൻ ഇതാണ്, യൂണിവേഴ്സൽ റിലേഷനാണ്. ഇനി അടുത്തത് എ എന്ന് പറയുന്നത് 3, 5 ആണ്. ബി എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി മൈനസ് എ എന്ന് പറയുന്നതായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബി മൈനസ് എ അല്ല, എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുന്നത് ഓഡായിരിക്കും. എ എന്ന് പറഞ്ഞാൽ സ്മോൾ എ എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും? എയിലുണ്ടായിരിക്കും. ബി എന്ന് പറയുന്നത് ബിയിലുണ്ടായിരിക്കും. അങ്ങനെ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻഷിപ്പ് വേണ്ടത് അല്ലേ? ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്ന് എടുക്കാം, സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്ന് എടുക്കാം, അങ്ങനെ റിലേഷൻഷിപ്പ് എടുക്കുക. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 3 അല്ലേ? എയിലത്തെ ആദ്യത്തെ എലമെൻറ്റ് 3 ആണ്. അപ്പോൾ 3 മൈനസ് ബിയിലത്തെ ഒരു എലമെൻറ്റ് 7 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഓഡ് നമ്പർ കിട്ടുമോ? ആദ്യം നമ്മൾ 3 എടുത്തു, പിന്നെ 7 എടുത്തു, അങ്ങനെ ഒരു ഓഡ് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ റിലേഷനിലുണ്ട്, റിലേഷൻഷിപ്പ് ഫോം ആവും എന്നാണ് പറയുക. കിട്ടുമോ? അപ്പോൾ ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 3 മൈനസ് 7, നമുക്ക് എന്താ കിട്ടുക? -4. 3 മൈനസ് 7 -4. അടുത്തത് 5 മൈനസ് 7 -2 എന്ന് വെച്ചാൽ രണ്ടും ഈവൺ നമ്പേഴ്സാണ് കിട്ടുക അല്ലേ? എ മൈനസ് ബി ചെയ്യുമ്പോൾ അതല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഓഡ് നമ്പർ ഒന്നും കിട്ടിയില്ല, 2 ഈവൺ നമ്പേഴ്സാണ് കിട്ടിയത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തപ്പോൾ അല്ലേ? അപ്പോൾ റിലേഷൻ ഉണ്ടായോ? റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഓഡായിരിക്കണം. എ മൈനസ് ബി ചെയ്യുമ്പോൾ അങ്ങനെ വന്നോ? ഇല്ല. അപ്പോൾ നമുക്കവിടെ ഒരു റിലേഷൻ ഫോം ആയില്ല, ഉണ്ടായില്ല, ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അത് എന്ത് റിലേഷനാണ്? എംപ്റ്റി റിലേഷനാണ്. അങ്ങനെ ഒരു റിലേഷൻ അവിടെ ഇല്ല. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു സങ്കല്പമാണ്. 6 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 5 ആയിട്ടൊരു സങ്കല്പം. എലമെൻ്റ് ഉണ്ടോ? പക്ഷേ അതൊരു സങ്കല്പമാണ്. എംപ്റ്റി എന്ന് പറയുന്നതും ഒരു എലമെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. അടുത്തത് എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ? റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്ന് നോക്കാം. എ റിലേഷൻ ആർ ഇൻ എ നോൺ എമിറ്റീവ് സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ്, നോൺ എമിറ്റീവ് സെറ്റ് വെച്ചിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അത് റിഫ്ലെക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ എയും എയും എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റും എ, സെക്കൻഡ് എലമെൻറ്റും എ ആവണം. അത് റിലേഷൻ ആറിൽ ഉണ്ടാവണം. ഫോർ എവരി എയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? എ എടുക്കണം. ഓക്കെ, അങ്ങനെയാണ് റിലേഷൻ എ എന്ന് പറയുന്നത്. എയിനോട് തന്നെ എന്താണ്? റിലേറ്റഡ് ആണ് എന്ന് വെച്ചാൽ എയിലത്തെ ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റ് എന്താ? അതിനോട് തന്നെ ആ ഇറ്റ് സെൽഫ് ആയിരിക്കും. ഇറ്റ് സെൽഫ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ആ എലമെൻറ്റ്, ഇപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്താൽ എയിനോട് തന്നെ റിലേറ്റഡ് ആണ്. ഓക്കെ, റിലേഷൻഷിപ്പ് എയിനോട് തന്നെ റിലേഷൻഷിപ്പ് ചെയ്യാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്താണെന്ന് കാണിച്ചു. 6 എന്ന് പറയുന്നൊരു എന്താണ്? റിലേഷൻ ഉണ്ടായി. സപ്പോസ് അങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 6 കിട്ടി, 6 തന്നിട്ടുണ്ട്. അപ്പോൾ അത് റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലെ ഓരോ എലമെൻസും, എവരി എലമെൻസ്, എല്ലാ എലമെൻസും എന്തായിരിക്കും? എലമെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ എലമെൻറ്റിനോട് തന്നെ റിലേറ്റഡ് ആണ്. ഇപ്പോൾ 1 എടുക്കുകയാണെങ്കിൽ 1 1നോട് തന്നെ റിലേറ്റഡ് ആണ്. നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 1 എടുത്താൽ 1 1നോട് തന്നെ റിലേറ്റഡ് ആയിട്ട് റിലേഷൻ ആറിലുണ്ട്. അടുത്തത് 2 എടുത്താൽ 2 2നോട് തന്നെ റിലേറ്റഡ് ആയിട്ട് കിട്ടും, അത് ആറിലുണ്ട്. 3 എടുത്താൽ 3 എയിൽ നിന്ന് എടുത്താൽ 3 3നോട് തന്നെ റിലേറ്റഡ് ആയിട്ട് ആറിലുണ്ട്. നമ്മൾ എടുത്തതാണ് കേട്ടോ റിലേഷൻ. എങ്ങനെ കിട്ടിയെന്ന് അറിയാതിരിക്കേണ്ട. ഇനി അടുത്തത് സിമ്മട്രിക് റിലേഷൻ. എന്താണ് സിമ്മട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ? 6 എന്ന് പറയുന്നത് റിലേഷനാണ്. അത് ഒരു എ എന്ന് പറയുന്ന നോൺ എംപ്റ്റി സെറ്റിൽ നിന്നത്തെ നോൺ എംപ്റ്റി സെറ്റ് വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷനാണ് 6. ഫോം ചെയ്തിട്ടുള്ള ഒരു 6 അത് സെഡ് ടു ബി എന്താവണം? സിമ്മട്രിക് ആണെന്ന് പറയണം. അങ്ങനെ സിമ്മട്രിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എ എന്ന് പറയുന്ന ആദ്യത്തെ എലമെൻ്റ് എടുക്കാം, ബി എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് എടുക്കാം, അത് 6 ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് എടുത്ത പോലെ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് കിട്ടും, സെക്കൻഡ് എലമെൻ്റ് എന്തായിട്ട് വരും? എ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ 2 ഫോമിലും വരണം. അപ്പോൾ എ ബി വരണം,
ബി എയും എന്തിലുണ്ടാവണം? എ ബി എടുത്തു ആറിലുണ്ടെങ്കിൽ ബി എയും ആറിലുണ്ടാവണം. ഓക്കെ, ഇംപ്ലൈസ് ആണ്, തിരിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ എയും ബിയും എന്ത് എയിൽ നിന്ന് എടുക്കണം. എയും ബി എവിടെ നിന്ന് എടുക്കണം? എയിൽ നിന്ന് എടുക്കണം. അപ്പോൾ എ എന്ന് പറയണത് റിലേറ്റഡ് ടു ബി ആണ്, ബി എന്ന് പറയണത് റിലേറ്റഡ് ടു എ ആയിട്ട് കിട്ടും. ഇനി എക്സാമ്പിൾ, എ എന്ന് പറയുന്നത് 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അപ്പോൾ റിലേഷൻ ആർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ എടുത്തതാണ് ഒരു ആർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, അത് നിങ്ങൾക്ക് എന്താണോ തരുന്നത് അത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ തന്നതെന്ന് വിചാരിക്കുക, ഈ ആറ് എന്താണ് സിമ്മട്രിക് ആണ്, റിലേഷൻ ആണ് എന്ന് കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം 1 1 എടുക്കാൻ പറ്റില്ല, അപ്പോൾ വേണ്ട, ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്മുടെ അനുസരിച്ച് 2 3 എടുത്തു എന്ന് വിചാരിക്കും, 2 3 എടുത്തു. അപ്പോൾ എ എന്ന് പറയണത് 2 ആയിട്ട് വരും, ബി എന്ന് പറയണത് 3 ആയിട്ട് വരും. അങ്ങനെ എ ബി എടുത്തുന്നുണ്ടെങ്കിൽ അതെന്തും കൂടി കിട്ടണം, ബി എയും കൂടി കിട്ടണം, ഇംപ്ലൈസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. ഉണ്ടാവുമോ നോക്കൂ. ആദ്യം നമ്മൾ 2 3 എടുത്തു, 2 3 എടുത്തുന്നുണ്ടെങ്കിൽ 3 2 എവിടെ ഉണ്ടാവണം? ആറിലുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ റെഡിയാണ്. ഇനി 2 1 എടുത്ത് നോക്കുക. അപ്പോൾ 1 2 എന്തിലുണ്ട്? ആറിലുണ്ട്. അപ്പോൾ അതും ശരിയല്ലേ? അപ്പം അങ്ങനെയാണ് നോക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ നോക്കാം. ട്രാൻസിറ്റീവ് റിലേഷൻ ഒരു റിലേഷൻ ആറ് എവിടുന്ന? നോൺ എം ടി സെറ്റ്. നോൺ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എം ടി അല്ലാത്തൊരു സെറ്റ് എയിൽ നിന്ന് ആണ് ആ ഒരു റിലേഷൻ ആറ്. ആ ആറ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം. ബി സി എന്ന് പറയണത് ബിയും സിയും 2 എലമെൻറ്റ്സ് ചേർത്ത് ബിയും സിയും എന്തിലുണ്ടാവണം? ആറിലുണ്ടാവണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ് എയും ഇതിൽ സെക്കൻഡ് എലമെൻറ്റ് ബിയും ആണ്. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് ബിയും സെക്കൻഡ് എലമെൻറ്റ് സിയും ആണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്നത് എ സിയും എന്തിലുണ്ടായിരിക്കണം? ആറിലുണ്ടായിരിക്കണം. എവിടുന്ന എയും സിയും എടുത്തേ? ആദ്യത്തെ ഓർഡർ പെയറിലെ ഫസ്റ്റത്തെ എലമെൻറ്റ്, സെക്കൻഡ് ഓർഡർ പെയറിലെ സെക്കൻഡ് എലമെൻ്റ് ആണ്. അങ്ങനെ എൻഡിലെ എക്സ്ട്രീം വാല്യൂസ് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തെയും എലമെൻറ്റ്സ് അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ക്ലിയർ. ഓക്കെ. അപ്പോൾ എ എന്ന് പറയണത് റിലേറ്റഡ് ടു ബി ആണ്, ബി എന്ന് പറയണത് റിലേറ്റഡ് ടു സി ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയണത് റിലേറ്റഡ് ടു സി ആയിരിക്കണം. ഇനി അത്രയേ ഉള്ളൂ. അപ്പോൾ എയും ബിയും സിയും എവിടെ നിന്ന് എടുക്കണം? എയിലുണ്ടായിരിക്കും വേണം. ഇനി എക്സാമ്പിൾ, അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. എ എന്ന് പറയുന്നത് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എക്സാമ്പിൾ ആട്ടോ. എ എന്ന് പറയുന്നത് സെറ്റ് എടുത്തു. ഇനി റിലേഷൻ ആറ് തന്നിട്ടുണ്ട്. ഈ റിലേഷൻ ആറ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ കണ്ടീഷൻ? ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താ? 2ഉം 4 എടുത്തു എന്ന് വിചാരിക്കുക. 2ഉം 4ഉം ഞാൻ എടുത്തു. 2ഉം 4ഉം ആറിലുണ്ട്, 4ഉം 7ഉം. അപ്പോൾ 4ഉം 7ഉം എന്തിലുണ്ട്? ആറിലുണ്ട്. എന്ന് വെച്ചാൽ ഈ ബി എലമെൻ്റ് അല്ലേ ഇവിടെ വരിക. എ ബി എടുത്തു, ഇനി ബി സി എടുത്തു, ബി സി. അപ്പോൾ എ ബി ബി സി. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? 4 ആയിരുന്നു. അപ്പോൾ നമ്മൾ 4 തന്നെ എടുക്കണം. 4 7 ശരിയല്ലേ? ഇനി അപ്പം നമുക്ക് എങ്ങനെ കിട്ടണം? എ സി ഉണ്ടാവണം എന്നല്ലേ പറയുന്നത്? എ സി, എയും സിയും. എ എന്താ? എ ഇത് ബി സി. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 2ഉം 7ഉം ഉണ്ടോ? 2ഉം 7ഉം ഉണ്ട്. അതൊക്കെ റിലേഷൻ ആറിലില്ലേ? ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് എന്ത് പറയാം? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. എഴുതാലോ? നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഡെഫിനീഷൻ, അടുത്ത ഡെഫിനീഷൻ. ഈ ഇങ്ങനെ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ ആറിനെ എന്ന് വെച്ചാൽ നോൺ എമിറ്റി സെറ്റ് എയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റിലേഷൻ ആർ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. എന്ത് റിലേഷനാണ്? ഇക്വാലൻസ് റിലേഷൻ. ഇനി അടുത്തത്, ഇനി ഒരു എക്സാമ്പിൾ 3 ആണ്. ടെസ്റ്റിലത്തെ എക്സാമ്പിൾ 3 ആണ് എടുത്തേക്കുന്നത്. വേറൊന്നല്ല, ആർ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? റിലേഷൻ ആർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എൽ ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആയിട്ടാണ്. ഇത് ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടെസ്റ്റിൽ എന്താണെന്നുള്ളതല്ല, ഞാൻ ഇക്വാലൻസ് റിലേഷൻ ആണോ നോക്കാം. അപ്പോൾ അത് റിഫ്ലെക്സീവാ, സിമ്മട്രിക്ക, ട്രാൻസിറ്റീവ് ആണോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എൽ എന്ന് പറയുന്നത് എന്താണ്? ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ എല്ലും എന്താ? അപ്പോൾ 2 L എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഞാൻ L1 എടുത്തു, ഇത് L1ഉം
എടുത്തു എന്ന് വിചാരിക്കൂ. ഇതപ്പോൾ എന്തായിരിക്കും? L2 ആയിരിക്കും. ഇനി L3 എടുക്കുമ്പോൾ അതെന്തായിരിക്കും? അതും പെർപെൻഡിക്കുലർ ആയിരിക്കണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? L1 എടുത്തു, അത് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിയിൽ എടുത്തു. ഇനി L2 L3 എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതും 90 ഡിഗ്രിയിൽ തന്നെ എടുത്തു. 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ എഴുതിയാൽ തന്നെ ഇങ്ങനെ ആംഗിൾ ഇട്ടാൽ അത് 90 ഡിഗ്രി ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. സൈഡിൽ റൈറ്റ് സൈഡിൽ വരച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടുല്ലോ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ആർ എന്ന് പറയണത് റിഫ്ലെക്സീവ് അല്ല എന്ന് പറയാം. കാരണം എന്താ? ആറിൻ്റെ കണ്ടീഷൻ എന്താ? അപ്പം എ എടുത്താൽ ലൈന് ഏത് ലൈൻ എടുത്താലും അല്ലേ, L1 എടുത്താലും L2 എടുത്താലും L3 എടുത്താലും ഇത് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എ എന്ന് പറയണത് എന്ന് വെച്ചാൽ L1 ഇപ്പോൾ ലൈനിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ L1 എടുത്തു എന്ന് വിചാരിക്കും. L1 തന്നെ റിലേറ്റ് ചെയ്യണം, റിലേഷൻഷിപ്പ് ഉണ്ടാവണം. റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ? L1 തന്നെ പെർപെൻഡിക്കുലർ ആവുമോ? ഇത് L1 അല്ലേ, ഇതല്ല L1 തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമോ? ഇല്ല. അതൊരു L1 ആണോ? അല്ല, അത് L2 അല്ലേ. അപ്പോൾ അതെന്താ? ആ റിലേഷൻ ആറിൽ ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തത് ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആണോ? അതെ, സിമെട്രിക് ആണെന്ന് പറയാം. കാരണം എന്താ? നമ്മൾ L1 എടുത്തു, L2 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടും. ഇനി L2 എടുത്താലും L1 പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ന് വെച്ചാൽ L1 L2 പെർപെൻഡിക്കുലർ ആയിരിക്കും. L2 എടുത്തു തിരിച്ച് കണ്ടീഷൻ എന്ന് വെച്ചാൽ AB എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ BA എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം. കണ്ടീഷൻ അതല്ലേ? അപ്പോൾ അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? L1 എടുത്തു. അപ്പോൾ L1 എന്ന് പറയുന്നത് L2 പെർപെൻഡിക്കുലർ ആണ്. L2 എടുത്താൽ L1 പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലായി? L1 L2 ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ L2 L1 ആറിലുണ്ട്. അപ്പോൾ നമ്മൾ അത് സിമെട്രിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇത് ട്രാൻസിറ്റീവ് അല്ല. കാരണം എന്താ? L1 L2 പെർപെൻഡിക്കുലർ ആണ് അല്ലേ? AB എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ BC എന്ന് പറയണത് ആറിലുണ്ടായിരിക്കും. ഞാൻ Aയും B ഒക്കെ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? L1 L2 കൊടുക്കുകയാണ്. അപ്പോൾ L1 L2 ആറിലുണ്ടാവണം. L1 അല്ല, L3 ആറിലുണ്ടാവണം. L1 L2 ആറിലുണ്ട്. L3 ആറിലുണ്ടെങ്കിൽ L1 L3 എന്തിലുണ്ടായിരിക്കണം? ആറിലുണ്ടായിരിക്കണം. നമ്മുടെ L1 L2 ഉണ്ട്, L2 L3 ഉണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടി. പക്ഷേ നമുക്ക് എന്തും കൂടി വേണം? L1 L3 പെർപെൻഡിക്കുലർ ആയിരിക്കണം. പക്ഷെ ഇത് എന്താണ്? പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആണ് അല്ലേ? പാരലൽ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇത് പാരലൽ ആയിരിക്കുമല്ലോ. അതെ, അപ്പോൾ പാരലൽ ആണ്, പെർപെൻഡിക്കുലർ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് നോട്ട് പെർപെൻഡിക്കുലർ. ഇത് നോട്ടാണ് കേട്ടോ. നോട്ട് പെർപെൻഡിക്കുലർ എന്നുള്ളതും കൂടി ആഡ് ചെയ്യുക. നോട്ട് പെർപെൻഡിക്കുലർ ടു L3. L1 എന്ന് പറയുന്നത് നോട്ട് പെർപെൻഡിക്കുലർ ടു L3 ആണ്. നോട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ L1 L3 എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.